കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ എംഎൽഎമാരുടെ പിന്തുണ അവകാശപ്പെട്ട് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എ.ഐ.സി.സി നിരീക്ഷകർക്ക് മുന്നിൽ എംഎൽഎമാർ നിലപാടറിയിച്ചു. 47 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുമ്പോൾ 35 എംഎൽഎമാർ ഒപ്പമുണ്ടെന്നാണ് വി.ഡി. പക്ഷം പറയുന്നത്. 23 പേരുടെ പിന്തുണയുണ്ടെന്ന് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുന്നു. നിയമസഭാ കക്ഷിയോഗം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന 3 നേതാക്കളും ഒരുപോലെ മുൻതൂക്കം അവകാശപ്പെടുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് അവർക്ക് 47 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് 9 എംഎൽഎമാരുടെയും വി.ഡി. സതീശന് 8 എംഎൽഎമാരുടെയും പിന്തുണ മാത്രമേ ഉള്ളൂ എന്നാണ് കെ.സി. പക്ഷത്തിന്റെ കണക്ക്. എന്നാൽ 35 എംഎൽഎമാർ പിന്തുണച്ചുവെന്നാണ് വി.ഡി. സതീശൻ പക്ഷം അവകാശപ്പെടുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ കണക്കാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന് പറയാനുള്ളത്. അവരുടെ കണക്കനുസരിച്ച് 25 എംഎൽഎമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനും 23 പേരുടെ പിന്തുണ ചെന്നിത്തലയ്ക്കും 8 പേരുടെ പിന്തുണ വി.ഡി. സതീശനുമുണ്ട്. 7 എംഎൽഎമാർ സ്വതന്ത്ര സമീപനം സ്വീകരിച്ചുവെന്നും ചെന്നിത്തല വിഭാഗം പറയുന്നു. നിരീക്ഷകരെ കണ്ട എംപിമാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെയാണ് അനുകൂലിച്ചത്. കെ. സുധാകരൻ ഒരു പടി കൂടി കടന്ന് കെ.സി. പിന്തുണച്ച് ഹൈക്കമാൻഡിന് കത്ത് നൽകി. എംഎൽഎമാരുടെ പിന്തുണ എപ്പോഴും വേണ്ടേ? ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അസ്തിത്വമല്ലേ എംഎൽഎമാര്? എല്ലാവരെയും നോക്കണം. പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും എല്ലാം മനസ്സ് നോക്കിയിട്ടായിരിക്കണം അതിന്റെ തീരുമാനം. നിരീക്ഷകരുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാകും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. തീരുമാനത്തിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിക്കും. കെ.പി.സി.സി അധ്യക്ഷനുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുമെന്നതാണ് കെ.സി. വേണുഗോപാലിന് മുന്നിലുള്ള പ്രതിബന്ധം. സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരിക എന്നതാണ് ആദ്യ കടമ്പ. ഇരിക്കൂർ, ആലപ്പുഴ മണ്ഡലങ്ങളാണ് കെ.സി. വിഭാഗത്തിന്റെ മനസ്സിലുള്ളത്. ആലപ്പുഴ എം.പി സ്ഥാനം രാജിവെക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാക്കേണ്ടതും കെ.സി.യുടെ ഉത്തരവാദിത്തമായി മാറും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.